അവിടെ മഹാരാജാസിലെ ഒരു പ്രത്യേകത, മഹാരാജാസിലെ അന്നിപ്പം ഇംഗ്ലീഷിലാണല്ലോ പഠിപ്പിക്കുകയെല്ലാം. എനിക്ക് ഇവിടുത്തെ അയ്യർ സാറിൻ്റെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഇംഗ്ലീഷിന് അത്ര മെച്ചമൊന്നും ആയില്ല. മാത്തമാറ്റിക്സ് വലിയ കുഴപ്പമില്ല. ആ അടിയോടുകൂടി മാത്തമാറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാകാൻ പറ്റി. അവിടെ ചെന്ന് അപ്പോൾ അത് വേറൊരു ലോകമാണ്. ഇതുപോലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനൊന്നും അവിടെ കിട്ടുന്നില്ല. നമ്മൾ വേണേൽ പഠിക്കുക, വേണമെങ്കിൽ വേണ്ട. ഒരു പ്രത്യേക നിഷ്കർഷമൊന്നും നമ്മളെ പേഴ്സണലായിട്ടില്ല. അപ്പോൾ ചുരുക്കം പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം, പഠിക്കണ്ടെങ്കിൽ നമുക്ക് പഠിക്കണ്ട. അക്കാലത്താണ് എന്നെക്കാളും സീനിയറാണ് AK ആൻ്റണി അവിടെ പഠിച്ചിരുന്നു മഹാരാജാസിൽ. ഞങ്ങളുടെ ഹോസ്റ്റലിലല്ല, അദ്ദേഹം വേറെ ഏതൊരു ഹോസ്റ്റലിലാണ്. ചേർത്തലക്കാരനായ AK ആൻ്റണി എന്നൊരാൾ വളരെ കോൺഗ്രസ് KSUവിൻ്റെ ആളായിട്ട് അവിടെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇദ്ദേഹം നല്ല പ്രസംഗമാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ വന്ന് ഇലക്ഷൻ എടുക്കുമ്പോൾ പ്രസംഗിക്കാറുണ്ട് ഇവരൊക്കെ. അതുപോലെ റോയ്, KM റോയ്, അദ്ദേഹം AK ആൻ്റണിയുടെ ക്ലാസ്മേറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സീനിയറാണ്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അവരവിടെ MA അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലുമൊക്കെയാണ്. ഈ ശിവശങ്കരന് ഈ അഭിനയത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട്. ഈ ശിവശങ്കരനോടൊപ്പം ഒരു നാടകത്തിൽ ഞാൻ അവിടെ അഭിനയിക്കുകയുണ്ടായി. അവിടെ എനിക്ക് പെൺവേഷമാണ്, ഒരു ആംഗ്ലോ ഇന്ത്യൻ പെണ്ണിൻ്റെ വേഷം. അപ്പോൾ ആ ആംഗ്ലോ ഇന്ത്യൻ പെണ്ണിൻ്റെ വേഷം ഇടയ്ക്ക് മലയാളി വിദേശത്ത് പോയി ആംഗ്ലോ ഇന്ത്യൻ പെണ്ണെന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു കോമഡി സംഭവമാണത്. അപ്പോൾ അതിന് ഈ പെണ്ണിന് എന്തോ പറ്റിക്കഴിഞ്ഞപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പോൾ ഞാൻ അന്ന് അമ്മയെന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക ടോണിലായിരുന്നു. അത് എനിക്കിപ്പോൾ അത് പറയാൻ അറിയാൻ മേല. അവരെന്നെ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഈ ശിവശങ്കരനും പിന്നീട് AK ആൻ്റണി അങ്ങനെ ഇത് ആളുകളെല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതൊരു ഒരു സ്ത്രൈണ ശബ്ദം, പെൺ ശബ്ദം എനിക്ക് വരുമത്രേ. അമ്മേ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കണം ഏതായാലും, അമ്മേ ഇങ്ങനെ. അപ്പോൾ ഏതായാലും എനിക്ക് അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും അറിയാൻ മേല. അത് പറഞ്ഞാണ് അവരെന്നെ കളിയാക്കിയിരുന്നത്. അതിൻ്റെ ഫോട്ടോയൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വേഷത്തിൻ്റെ കണ്ടാൽ തിരക്കേടില്ലാത്ത ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ ആയിട്ട് തോന്നത്തക്ക രീതിയിൽ ഒരു വേഷമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, ആ പരീക്ഷയും കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഈ കാലാകാലങ്ങളിൽ അവിടെ സിനിമ കാണാൻ ഏറ്റവും നല്ല സ്ഥലമാണല്ലോ എറണാകുളം. ഇഷ്ടംമാതിരി തിയേറ്ററുണ്ട്. ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞാൽ മേനക, പത്മ, ലക്ഷ്മൺ, ഇങ്ങനെയൊക്കെ ചില തിയേറ്റർ അവിടെയുണ്ട്. ഈ തിയേറ്ററിലൊക്കെ രാത്രിയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ കാണണമെങ്കിൽ നമുക്ക് മതിൽ ചാടി പോയേ പറ്റൂ. അപ്പോൾ അവിടെ ഒരു സ്റ്റേ വെയർ, അവിടുത്തെ ഈ മതിലിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റേ വെയർ ഉണ്ട്. ആ സ്റ്റേ വെയറെ പിടിച്ചാണ് ഈ മതിലേ കയറിയിട്ട് അങ്ങോട്ട് ചാടുക റോഡിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പോവുക. പിന്നെ ഒരു ഏണി പോലെ ഒരു കമ്പ് ചാരി വെച്ചിട്ടുണ്ട്. തിരികെ വരുമ്പോൾ ആ കമ്പിൽ കൂടെ കയറി സ്റ്റേ വെയറിൽ പിടിച്ച് താഴെ ഇറങ്ങും. ഇങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഇങ്ങനെ പല സ്റ്റുഡൻസും, ഈ ജോർജും ഈ മുകുന്ദനും ഈ പണിക്കരൊക്കെ പിന്നീട് വലിയ ഇതായി പഠിത്തത്തിൻ്റെ എൻജിനീയറോ മറ്റോ ആയി. അപ്പോൾ ഏതായാലും ഇവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച 3 പേരെങ്കിലും കാണും ആ റൂമിൽ നിന്ന്. ചുരുക്കം 9 മണി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റൽ ഓൾമോസ്റ്റ് ശൂന്യമാണ്. അങ്ങനെയാണ് സെക്കൻഡ് ഷോയ്ക്ക് പോവുക. അപ്പോൾ തമിഴ് സിനിമയൊക്കെ കാണും. എൻ്റെ വലിയൊരു ആരാധനാ നടനായിരുന്നു SS രാജേന്ദ്രൻ. അന്നത്തെ ഒരു ഹീറോ ആയിരുന്നു. അപ്പോൾ എന്നെ ഈ AK ആൻ്റണി എന്ന് പറയുന്ന ആളെ എന്നെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. SS രാജേന്ദ്രൻ എന്നെ കണ്ടാൽ ഏതാണ്ട് SS രാജേന്ദ്രൻ്റെ ജൂനിയറായിട്ട് തോന്നുമത്രേ. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കക്ഷിക്ക് ഇതൊന്നും ഓർമ്മയില്ല. അങ്ങനെ മഹാരാജാസിൽ ഇങ്ങനെ പഠിച്ചതോ എന്നെയോ അല്ലെങ്കിൽ SS രാജേന്ദ്രൻ എന്ന് വിളിച്ച് എന്നെ കളിയാക്കിയതൊന്നും AK ആൻ്റണിക്ക് അതിലൊക്കെ വലിയ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഓർമ്മിച്ചിരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും അന്ന് നമ്മൾ ദൂരെ നിന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ആ മനുഷ്യൻ വലിയ ആളായി പോയതിൽ വളരെ സന്തോഷമുള്ളൂ. കുറവിലങ്ങാട്ട് വന്നപ്പോൾ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വന്ദിച്ചിട്ട് പ്രസംഗ സ്ഥലത്ത് കയറി ചെന്നിട്ടുണ്ട്, ഒരു കടത്തിണ്ണയിൽ. അപ്പം അറിയില്ലാത്ത രീതിയിൽ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, ഞാൻ നീലകണ്ഠൻ നമ്പൂരി എന്ന് പറയുന്ന ആളാണ്. ഞാൻ അന്ന് അവിടെ മഹാരാജാസിൽ പഠിച്ചിരുന്നു. അന്ന് സാറുണ്ടായിരുന്നു അവിടെ സീനിയറായിട്ട് ഏതോ ക്ലാസ്സിൽ. എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ പേരിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്കൊരു ഓർമ്മയില്ലല്ലോ, എങ്കിൽ കൂടി എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അല്ല കാണാൻ പോയിട്ടില്ല എന്നർത്ഥം. അത് ഒരു ഓർമ്മയുടെ ഒരു സംഭവം, അത്രയേ ഉള്ളൂ. അത്രയും ഓർമ്മിക്കത്തക്ക ഒരു സംഭവമൊന്നും അല്ലല്ലോ അത്. പക്ഷേ പിന്നീട് ഒരു ട്രെയിൻ യാത്രയിൽ ഈ കേരളത്തിൽ വെച്ച് ഞാൻ കോട്ടയത്ത് നിന്ന് കയറി ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുക. ഈ സെക്കൻഡ് AC അതിൽ ഇരിക്കുമ്പോൾ, സിറ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. എപ്പോഴ് ഞാൻ പിന്നെ ഒരു മീഡിയയിൽ വന്നതിന് ശേഷം.
അപ്പോൾ അത് ഓർക്കുന്നുണ്ട്, മറ്റേത് ഓർക്കുന്നില്ല എന്നർത്ഥം. ഇത് ഒരു സിനിമയുടെ അല്ലെങ്കിൽ സീരിയലിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രഭാവലയം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. അത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു, എവിടെ പോവുക എന്നൊക്കെ വളരെ ഇത് ഹാർദമായിട്ട് ചോദിച്ച ഒരു AK ആൻ്റണിയെയും എനിക്കറിയാവുന്ന ഞാൻ പറയുക ഇത്. പിന്നെ ഹോസ്റ്റലിലായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബാഗുണ്ട്, ഒരു ട്രങ്ക് പെട്ടിയാണ്, ഈ തകരം കൊണ്ടുള്ള വാങ്ങിക്കാൻ കിട്ടുന്ന പെട്ടിയുണ്ട്. അതിലൊരു 3-4-5 സെറ്റ് അടുക്കി വയ്ക്കാൻ വേണമെങ്കിൽ എനിക്ക് 3 സെറ്റ് ഷർട്ടും മുണ്ടും, പാൻസില്ല, പാൻസൊന്നും ധരിച്ചിരുന്നില്ല, പിന്നെ നിക്കറ് തന്നെയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ നിക്കറ ഇടുക, സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ മുണ്ടും. ഇത് തേക്കാനായിട്ട് തേപ്പുകാരൻ ഇവിടെ വരും. നമുക്കൊന്നും ചെയ്യേണ്ട, നമ്മൾ നനച്ചവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് തേക്കാൻ തരും, അല്ലെങ്കിൽ അലക്കാൻ കൊടുക്കാം. ഇങ്ങനെ കാര്യങ്ങൾ മാസം ഹോസ്റ്റൽ ഫീസ് മാത്രം അടച്ചാൽ മതി, ഇടയ്ക്ക് സിനിമ കാണാം. സുഖലോലുപമായ ഒരു ജീവിതം. ആ ജീവിതത്തിൽ ഞാൻ പഠനം അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ തോക്കുമോ എന്ന് വരെ എനിക്ക് സംശയമുണ്ടായി. അന്നേരമൊക്കെ എൻ്റെ മനസ്സിൽ ഇവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സും മറ്റാളുകൾ, ബാക്കി 3 പേരും വളരെ നന്നായിട്ട് പഠിക്കുന്ന ആളുകളായിരുന്നു എന്നേക്കാൾ. എനിക്ക് ഈ പഠിത്തത്തിൻ്റെ ഒരു ബേസ്, ശക്തിയായിട്ടുള്ളൊരു ബേസ് അന്ന് കിട്ടിയിരുന്നില്ല. ഇത് എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയിരുന്നില്ല, സ്കൂളിൽ നിന്നും അത്ര തന്നെ. 1-2 മാസ്റ്റർമാരുടെ സാറുമാരുടെ ക്ലാസ് ഒഴികെ വേറൊന്നും അങ്ങനെ ഒരു ശിക്ഷ എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാവണം എന്നെനിക്ക് തോന്നുകയാണ്, ഞാൻ ഊഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ലൈനിലേക്ക് വരാൻ, മഹാരാജാസിലെ ടീച്ചിങ് മെത്തേഡിലേക്ക് എനിക്കങ്ങ് ഇഴുകിച്ചേരാൻ പറ്റാത്തത് കൊണ്ടോ ഈ ടെർമിനൽ എക്സാമിനേഷനൊക്കെ എൻ്റെ സ്കോർ മഹാമോശമായിരുന്നു. പക്ഷേ ആനുവൽ എക്സാമിനേഷന് ഞാൻ കാണാതെ പഠിച്ചു പലതും. അതേ മാർഗമുള്ളൂ, കാരണം ബേസ് മോശമായിരുന്നല്ലോ. അങ്ങനെ കാണാതെ പഠിച്ച് അത്യാവശ്യം അവിടെയും ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, എങ്കിലും സെക്കൻഡ് ക്ലാസ്സിന് മുകളിൽ, അന്ന് സെക്കൻഡ് ക്ലാസ്സിന് വേണ്ടി ക്ലാസ്സേ ഇല്ല, ക്ലാസ്സിന് മുകളിലൊരു മാർക്ക് വാങ്ങി. എനിക്ക് എവിടെയും എനിക്കിത് തിരക്കേടില്ല, ഇനി എവിടെ അപ്പിയർ ചെയ്യാം, മറ്റേ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ചോദിച്ച് എവിടെയെങ്കിലും ചെല്ലാം എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങളെത്തി എന്നർത്ഥം. മഹാരാജാസിലെ ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ മനസ്സിലുണ്ട്. മഹാരാജാസിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വളരെ വിഷമകരമായ സംഭവം. ഒരു വേണുഗോപാൽ എന്ന് പറയുന്നൊരു പയ്യനാണ്, ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ പയ്യന് വളരെ അനാരോഗ്യം ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്. കണ്ടാൽ തന്നെ തീരെ ഞങ്ങളെക്കാളൊക്കെ മോശമാണ് അയാളുടെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യപരമായ രീതിയുമെല്ലാം. അയാൾക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നി, അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇത് ടീച്ചറോട് എങ്ങനെ പറയും എന്നുള്ളൊരു സന്നിഗ്ധാവസ്ഥ. അപ്പോൾ ഏറ്റവും അയാളെ ബാക്ക് ബെഞ്ചിലാണ് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അയാൾക്ക് ഫ്രണ്ട് ബെഞ്ചിൽ പോയിരിക്കണമെന്നോ നടുക്കിരിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ സ്ഥലത്തിരിക്കണം എന്നില്ല. ഹീസ് എ വെരി ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്, അത് സമ്മതിക്കാതെ പറ്റില്ല. പക്ഷേ ഈ വിവരം അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായി, ഇയാൾക്ക് സംഭവിച്ചു എന്ന്. അത് ടീച്ചറോട് എങ്ങനെ പറയും? പിന്നെ അതിലെ ഒരാൾ, സീനിയറായിട്ട് ഒരാൾ, ആ ക്ലാസ്സിലെ സീനിയറായിട്ട് ഒരാൾ എഴുന്നേറ്റ് പോയി സ്വകാര്യമായിട്ട് ആ ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇയാൾക്ക് പുറത്തേക്ക് പോകണം, ഇതാണ് കാര്യം എന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ അപ്പം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോടെല്ലാം ഈ ഡെസ്കിൽ കമന്നിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായി, കാരണം ആ ഒരു റോയിലിരിക്കുന്ന ആളുകളെ അത് ഫീൽ ചെയ്തുള്ളൂ എന്നർത്ഥം. ഇയാൾക്ക് പറ്റിയ ഒരു ദുര്യോഗം ഫീൽ ചെയ്തുള്ളൂ. സ്വകാര്യം എന്താ പറഞ്ഞെന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ പിന്നീട് ആണ് ഞങ്ങൾ അറിയുന്നത്. എല്ലാവരോടും കമന്നിരിക്കാൻ പറഞ്ഞു. ഒരൊറ്റ ആളും ഞാൻ പറയാതെ തല പൊക്കിക്കൂടാ. രാധാമണി എന്നാണ് ടീച്ചറിൻ്റെ പേര്. അവർ വളരെ പവർഫുള്ളാണ്. അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണോ ഗെറ്റ് അപ്പ്, യു സിംപ്ലി ഗോ ഔട്ട്. ഒരാളും കൂടെ നിങ്ങൾ പോയിക്കോളൂ, വാഷ്റൂമിലേക്ക് പൊയ്ക്കോളൂ, ബാത്റൂമിലേക്ക് പൊയ്ക്കോളൂ. വേണു എഴുന്നേറ്റിരിക്കണം, വേണു നടന്ന് പോയി. ആ നടന്നു പോകുമ്പോഴെല്ലാം നമുക്കറിയാമായിരുന്നു എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്, ബിക്കോസ് ഓഫ് ദ സ്മെൽ. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും മറക്കാത്തൊരു സംഭവം, ഒരുത്തനും പറ്റരുതാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അന്നങ്ങനെ സംഭവിച്ചതിന് ദൃക്സാക്ഷിയല്ല, ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. അയാളുടെ ഒരു മുഖം, അന്നേരത്തെ അയാളുടെ ഒരു മുഖം, പിന്നീട് ക്ലാസ്സിൽ വന്നപ്പോൾ അയാളുടെ ഒരു മുഖം, അയാളെ ആളുകൾ നോക്കുന്നത്, അയാളെ ടീച്ചേഴ്സ് കാണുന്നത് ഒക്കെ, അയാൾ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല.
മഹാരാജാസിലെ ഏതാണ്ടൊക്കെ പഠനം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടിയിട്ട് ഉള്ളൊരു കാത്തിരിപ്പ്. അപ്പോൾ എനിക്ക് വലിയ സന്ദേഹമുണ്ട് മനസ്സിൽ എന്താ സംഭവിക്കുന്നത്. കാരണം ഞാൻ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. മാത്രമല്ല അവിടെ എല്ലാ വിഷയവും പഠിക്കണം, കണക്ക്, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി എല്ലാം. ഈ ബോട്ടണി സുവോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അലർജിയാണ്. അതിൻ്റെയൊക്കെ പേരുകൾ തന്നെ പഠിക്കണമെങ്കിൽ കാണാതെ പഠിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല. കെമിസ്ട്രി പിന്നെയും ഭേദം, ഫിസിക്സ് ആണെങ്കിലും കുഴപ്പമില്ല. മാത്സും അത്ര അങ്ങോട്ട് ഒരു അറ്റ് ഹോം എന്നൊരു ഫീലിംഗ് ഇല്ല അത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ, ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ രാധാമണി ടീച്ചറുടെ ഇംഗ്ലീഷ് ക്ലാസ്, അതുപോലെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സാറുണ്ടായിരുന്നു. അദ്ദേഹം മലയാളം പഠിപ്പിക്കുന്ന സാനു മാഷ്, കുഞ്ഞികൃഷ്ണമേനോൻ മാഷ്, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ വളരെ ആസ്വാദ്യജനകമായിരുന്നു. അപ്പോൾ തുടർന്നും മഹാരാജാസിൽ പഠിച്ചെങ്കിലോ എന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും. പക്ഷേ അത് വിട്ട് റിസൾട്ടും കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ റിസൾട്ട് വന്നു. ആശാവഹമല്ല റിസൾട്ട്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല എന്ന് മാത്രമല്ല, അത്ര മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഒരു 10-15 മാർക്ക് കൂടെ ഉണ്ടെങ്കിലേ ഫസ്റ്റ് ക്ലാസ് കിട്ടൂ എന്നുള്ള നില വന്നു. അതൊരു വലിയൊരു സെറ്റ് ബാക്കായിരുന്നു. അപ്പോൾ അത് അച്ഛനും അത് ഫീൽ ചെയ്തിരിക്കണം. അപ്പം പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചെന്നൊരു ആലോചന കാരണവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ അനാലിസിസ് കൊണ്ട് അവർ കണ്ടുപിടിച്ചത് ഇവൻ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച്, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഹോസ്റ്റൽ ലൈഫ്, സിനിമ, രാത്രിയിലൊക്കെ ചാടി ഈ സന്ധ്യ കഴിഞ്ഞുമ്പോഴൊക്കെ സിനിമ കാണുന്ന പോലെ തന്നെ ആ കൂടെ തന്നെ സിനിമയ്ക്ക് പോകുന്ന വഴിക്ക് ബോട്ട് ഹൗസിലെ അടുത്തുള്ള ഭാരത് കോഫി ഹൗസിൽ പോയി ഒരു മസാലയും കൂടി അടിച്ചിട്ടാണ് പോവുക. ഇതൊരാൾ മാത്രമല്ല, ഞങ്ങളുടെ 4-5 പേർ റൂംമേറ്റ്സ് എല്ലാം. ഇതിനൊന്നും കൂടാത്തൊരു പണിക്കർ മാത്രം റൂമിലുണ്ടായിരുന്നു. അയാൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിക്കുകയും ചെയ്തു. അയാൾ വലിയൊരു എൻജിനീയറായി. പിന്നെ അപ്പോൾ അത് ഒരു കഥ. പിന്നെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്ദേഹം, ഇനി എന്താ വേണ്ടതെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ഈ കുടുംബത്തിലെ ചില കാരണവന്മാർ, അച്ഛനല്ല. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഇനി വേണ്ടേ? ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് BA-ക്ക് പോകാം, BSc-ക്ക് പോകാം, അതല്ല എൻജിനീയറിങ്ങിന് പോകാം, മെഡിസിന് പോകാം, മെഡിസിനോ അല്ലെങ്കിൽ ഇത് BBSc ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ടല്ലോ, നമുക്ക് ഏതിലെങ്കിലും പോകാം. ഏതാ വേണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം മുള പൊട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ രീതി ഡൈവേർട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുമെങ്കിൽ, കാരണവന്മാർക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന് പറ്റുമെങ്കിൽ നമുക്ക് അഭിപ്രായം തുറന്ന് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഒരു ഡോക്ടറാവണമെന്നാണ്. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ള വസ്ത്രം, ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട് നല്ല ഭംഗിയായി ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈ സമുദായമെല്ലാം, ആളുകളെല്ലാം അംഗീകരിക്കുന്ന നല്ല പ്രൊഫഷനാണ്. അങ്ങനെ നോക്കാം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അതില്ലെങ്കിൽ എൻജിനീയറിങ് അതിന് പോകണം, എൻജിനീയർ ആവണം. അപ്പോൾ ഈ മാർക്ക് നോക്കിയപ്പോൾ മാത്തമാറ്റിക്സ് തരക്കേടില്ലാത്ത മാർക്കുണ്ട്. സുവോളജി, ബോട്ടണി എല്ലാം തീരെ മോശമാണ്, കഷ്ടിച്ച് പാസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ രീതി കിട്ടുമോ എന്ന് സംശയമാണ്. അന്ന് ഈ മറ്റേ എൻട്രൻസ് എക്സാമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ക്വാളിഫിക്കേഷൻ ഏത് എക്സാമാണോ പാസ്സായത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് അതിൻ്റെ മാർക്കിൻ്റെ അനുസരിച്ച് ഗ്രേഡിങ്ങും അതിൽ കിട്ടാമെങ്കിൽ കിട്ടും. സീറ്റുകളും കുറവാണ്. അങ്ങനെ കാണുന്ന സ്ഥലത്തെല്ലാം അപ്ലൈ ചെയ്തു എന്നർത്ഥം ഈ എൻജിനീയറിങ്ങിന്. അതിൽ കർണാടകയിൽ, തമിഴ്നാട്ടിൽ, നാട്ടിൽ പല സ്ഥലത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് കാർഡ് കിട്ടി. അത് വലിയൊരു ഇതായിരുന്നു, രസമായിരുന്നു. കാരണം ആദ്യമായിട്ട് പുറത്തുനിന്ന് ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട്, പ്രീ ഡിഗ്രിക്ക് ഇൻ്റർവ്യൂ കാർഡ് ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലത്തുനിന്ന് ഇതുപോലെ ഒരു ഹയർ കോഴ്സിന് ഇൻ്റർവ്യൂ കാർഡ് കിട്ടുക വലിയ സന്തോഷമായി. ആദ്യം കാർഡ് കിട്ടിയത് ഈ മണിപ്പാലിൽ നിന്നാണ്. അതിനുശേഷം കാർഡ് കിട്ടിയത് മംഗലാപുരത്തു നിന്നാണ്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടും എന്നുള്ള അർത്ഥമാണ്. ഞാനതാ മനസ്സിലാക്കിയത്. അത് പോകുന്നതിന് മുമ്പ് നാട്ടിൽ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കിയാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവിനെ, സുകുമാരപ്പൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത വീട്ടിലെ, അത് കിഴക്കേ മന, ഞങ്ങളുടെ പടിഞ്ഞാറേ മന, ഒരു ഇടവഴിയാണ് 2 മനകൾ തമ്മിൽ, എല്ലാം കാഞ്ഞിരക്കാട് ഫാമിലി തന്നെ. അവിടുന്ന് വിവാഹം കഴിച്ചയാളാണ് സുകുമാരപ്പൻ. അദ്ദേഹം എഡ്യൂക്കേറ്റഡാണ്, FACT ജോലിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, സുകുമാരൻ എങ്ങനെയെങ്കിലും നമുക്ക്
പുള്ളി ഈ FACT ജോലി കിട്ടുന്നതിന് മുമ്പ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. ലൈബ്രറിയൻ്റെ കോഴ്സൊക്കെ പാസ്സായ ആളാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് പരിചയം വെച്ച് ഇവനെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഏതെങ്കിലും അഡ്മിഷൻ തരാക്കാൻ പറ്റുമോ, എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഞാനും പോയി, അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു വന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണത്, കാരണം അവിടെ ഇപ്പോൾ പൈസ മേടിക്കുന്ന ഒരു സിസ്റ്റമാണ് കൂടുതൽ. മാർക്ക് നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്യാൻ മാത്രം മാർക്കില്ല താനും ഇവന്. അപ്പോൾ അത് പ്രതീക്ഷ വേണം തോന്നുന്നില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ ഈ മംഗലാപുരത്തു നിന്നുള്ള ഇൻ്റർവ്യൂ കാർഡ് വന്നത്. അതും നിസ്സാര കോളേജല്ല, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. അങ്ങനെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അവിടെ എൻ്റെ മറ്റൊരു ജ്യേഷ്ഠ, അച്ഛൻ്റെ ഒരു അനിയൻ്റെ സ്ഥാനത്തുള്ള കിഴക്കേടത്തെ ശ്രീധരൻ എന്ന് പറയുന്ന ആൾ, ഇവർ രണ്ടുപേരുമാണ്, ഈ സുകുമാരനും ശ്രീധരനുമാണ് ഞങ്ങളുടെ ആ ഫാമിലി സർക്കിളിലെ ഹൈലി എഡ്യൂക്കേറ്റഡ്. ഹൈലി എന്ന് പറഞ്ഞാൽ ശ്രീധരൻ ഹാസ് ഗോട്ട് B.Ed, BSc B.Ed ഉണ്ട്, ടീച്ചറാണ് അദ്ദേഹം. അതുപോലെ തന്നെ സുകുമാരപ്പൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും സുകുമാരപ്പ എന്നാണ് വിളിക്കുന്നത്, കുഞ്ഞുമുള്ള മുതൽ വലിയ ആളുകൾ വരെ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ക്വാളിഫൈഡാണ്, ലൈബ്രറിയനാണ്, ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു FACTയിൽ. അപ്പോൾ ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു. അച്ഛനെങ്ങനെ പുറത്ത് യാത്ര ചെയ്ത പരിചയം കുറവാണ്, ഭാഷപരമായ കുഴപ്പമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷ് അടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല അച്ഛന്. അതുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും കൂട്ടി വിടുക പതിവ്. ശ്രീധരൻ ചേട്ടനുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ മംഗലാപുരത്ത് പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒരു വളരെ മോശമായ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ, ഞാൻ ഫെയിലായി. പിന്നെ വിളി കിട്ടിയത് മറ്റേ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ മംഗലാപുരത്ത് അടുത്ത് തന്നെയുള്ള മറ്റേ കോളേജിലായിരുന്നു. അവിടെ നിന്നൊരു ടെലിഗ്രാമാണ് വന്നേ, എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ദി ഓഫീസ് വിത്ത് 3,000 rupees അഡ്മിഷൻ വേണമെങ്കിൽ. അപ്പോൾ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച സമയമുണ്ട് അതിനുള്ളിൽ. അപ്പോൾ ഒരു 3,000 rupees ഉണ്ടാക്കി വേണം പോകാനുള്ള ചിലവ്. പിന്നെ അതിന് പുറമെ ഫീസും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുടുംബത്തിലെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് കുറവാണ്, കൈൻഡാണ് എല്ലാം. നമുക്ക് മംഗലാപുരത്തേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സ്ഥലത്തേക്കോ കുറേ തേങ്ങയും ചൊന്നിട്ട് പോകാനൊക്കില്ല. അത് പെട്ടെന്ന് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വില തീരെ കുറയും. അപ്പം നമുക്ക് ക്യാഷില്ല. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് അടുത്ത വില്ലേജിലെ, അടുത്ത കരയിലെ ഒരു പ്രമാണിയുണ്ട്, ലാൻഡ് ലോഡുണ്ട്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്, അവിടെ ചെന്ന് ചോദിച്ചാലോ എന്ന് ഞാനിങ്ങനെ അച്ഛനോട്. അപ്പോൾ അച്ഛൻ അത്ര തൃപ്തിയല്ലാതെ എങ്കിൽ കൂടി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭരണപരമായ കാര്യങ്ങൾ നടത്തുന്ന കാർന്നോരെ കാണാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ 3,000 രൂപ ഉണ്ടാക്കാൻ ഇല്ലത്ത് പറ്റില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അല്ല പറ്റില്ല, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന്. പിന്നെ ഉടനെ നമ്മൾ തിരിച്ചു തരാൻ ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അത് കുറേ ബുദ്ധിമുട്ടാണ്, ഇവിടെയും ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, ഇപ്പോൾ റെഡിയായിട്ട് ക്യാഷ് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി ഞാൻ പോരുകയും അച്ഛനോട് ആ വിവരം പറയുകയും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഇനി എന്തെന്നൊരു സംഭവം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി, ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ഇപ്പോൾ മംഗലാപുരത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ ഇനി കൊല്ലത്തോ എവിടെയെങ്കിലും കൊണ്ട് ഹോസ്റ്റലിൽ പാർപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാവുന്നൊരു സ്ഥലത്ത് പോയി പഠിക്കുകയായിരിക്കും നല്ലതെന്ന് വെച്ച് അങ്ങനെ ഒരാൾ ശ്രീശങ്കര കോളേജിൻ്റെ അടുത്ത് കാലടിയിൽ താമസിക്കുന്നുണ്ട്, എൻ്റെ ചിറ്റമ്മ, അമ്മയുടെ അനിയത്തി. അപ്പോൾ അവിടെ അവർ രണ്ടുപേരും, അനിയത്തിയും ഹസ്ബൻഡും മക്കൾ രണ്ടുപേരും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ താമസിച്ച് കാലടി കോളേജിൽ പഠിച്ചാലോ അഡ്മിഷൻ കിട്ടാൻ. അപ്പോൾ ഈ പറഞ്ഞ ചിറ്റയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ അവിടെ കോളേജിൽ വർക്ക് ചെയ്യുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഒരു സീറ്റ് തരാക്കിയാൽ ഇത് അങ്ങനെ കെമിസ്ട്രിക്ക് ഒരു സീറ്റ് ശ്രീശങ്കര കോളേജിൽ കിട്ടി. ഞാൻ ചിറ്റയുടെ കൂടെ അവിടെ താമസമാക്കി. ആ കോളേജ് ലൈഫെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സുന്ദരരാജൻ സാറ്, ഏറ്റവും നല്ല ടീച്ചർ കെമിസ്ട്രിയിൽ ശങ്കരപിള്ള സാറ്, കൃഷ്ണപിള്ള സാറ്, ബാബു സാറ്, ഇങ്ങനെ പലരുണ്ട് അവിടെ. അതിൽ ഈ എന്നെ ഒരു പെറ്റ് പോലെ കണക്കാക്കുന്ന ഒരാളായിരുന്നു ശങ്കരപിള്ള സാറും സുന്ദരരാജൻ സാറും. ശങ്കരപിള്ള സാറെന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഹീസ് വെരി ഹാൻസം. അന്നത്തെ നിലയ്ക്ക്
ഈ നേരെ ഇങ്ങനെ വകർന്ന് 2 വശത്തേക്കും മുടി ചീകി, ചുരുണ്ട മുടി ചീകി, നന്നായിട്ട് വെളുത്ത് കുലുന്തനെയുള്ള ഒരു സാറ്, സൈക്കിളിൽ മാത്രം സഞ്ചരിക്കുന്ന സാറ്, നടുക്കൊരു ചന്ദന പൊട്ടും തൊട്ടിട്ടുണ്ടായിരിക്കും. ഒരു നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നയാൾ. പക്ഷേ പുള്ളി എടുക്കുന്ന കെമിസ്ട്രിയുടെ വിഷയം വളരെ മൊണോട്ടനസാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. അത് കെമിസ്ട്രിക്കാർക്കെല്ലാം അറിയാം അതിൻ്റെ ഒരു സുഖമില്ലായ്മ. അപ്പോൾ അത് ഏറ്റവും സരസമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ആ വിഷയം അവതരിപ്പിക്കുന്ന ഇത്രയും നല്ലൊരു ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും പിന്നീട് ഞാനൊരു കോളേജ് അധ്യാപകനായപ്പോൾ ഞാൻ ഈ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രി ക്ലാസ്സുകളിൽ. അവർക്കും ഈ പ്രീ ഡിഗ്രി ക്ലാസ്സുകളിൽ ഇനോർഗാനിക് കെമിസ്ട്രി ആയത് ഒരു മെറ്റൽ കോപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കോപ്പർ അതിൻ്റെ ഖനനം എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ കോമ്പൗണ്ട്സ് എന്താണ് എന്നൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ എന്ത് കാര്യം സത്യത്തിൽ പഠിച്ചിട്ട്. പക്ഷേ ഈ കുട്ടികളന്നേരം ഉറക്കം തൂങ്ങുന്ന കുട്ടികളെ പോലും ഉണർത്തി അലേർട്ടാക്കാനായിട്ട് പലപ്പോഴും ഈ ശങ്കരപ്പിള്ള സാറിൻ്റെ മെത്തഡ് ഓഫ് ടീച്ചിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നർത്ഥം. ഞാനതിലേക്ക് പിന്നെ വരാം. ഏതായാലും 1ാം വർഷം 2ാം വർഷം ആയപ്പോൾ ഞാൻ സീനിയറായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇലക്ഷൻ കാര്യങ്ങൾ, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി അനുസരിച്ചുള്ള ഇലക്ഷൻ ഇല്ല ശങ്കര കോളേജിൽ. ഇല്ല, മറ്റ് പല കോളേജിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. മഹാരാജാസിലുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ, KSU, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതില്ലായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ആർട്സ് ക്ലബിൻ്റെ ഒരു ചുമതല കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് ഷൈൻ ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാം, ജൂനിയേഴ്സും സീനിയേഴ്സും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരുമായിട്ടും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ആ ഒരു ആർട്സ് ക്ലബിൻ്റെ ഒരു ഇലക്ഷനുണ്ട്, 3-4 പേരുണ്ടായിരുന്നു. അതിൽ ഒരു മങ്കൊമ്പുകാരനൊരു ശിവരാമപിള്ള സാർ, ഹിന്ദി പഠിപ്പിക്കുന്ന സാറാണ് ആർട്സ് ക്ലബിൻ്റെ ചുമതല, സ്റ്റാഫ് അഡ്വൈസർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിത് പറഞ്ഞു, നമ്പൂരി ഏതായാലും അപേക്ഷ കൊടുക്ക്, ഒരു ആപ്ലിക്കേഷൻ അവിടെ വയ്ക്കുക, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അപേക്ഷിക്കുകയും ഈ 3-4 പേരെ പുറന്തള്ളി എന്നെ സെക്രട്ടറിയാക്കി അവരോധിക്കുകയും ചെയ്തു എന്നർത്ഥം. ഈ സെലക്ഷനൊക്കെ അവർക്ക് നടത്താവുന്നേ ഉള്ളൂ. പ്രിൻസിപ്പലിന് ചെയ്യാം, ആർട്സ് ക്ലബിൻ്റെ അഡ്വൈസർക്ക് ചെയ്യാം, അതിൽ വേറെ ആരും ചോദിക്കാനില്ല. അങ്ങനെ ആർട്സ് ക്ലബിൻ്റെ ചുമതല, ആ ചുമതല കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ വർഷത്തെ ഇനാഗറേഷൻ ആര് വേണം, മറ്റു കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കുറേശ്ശെ നാടകങ്ങൾ, കോളേജിൽ നാടകം അവതരിപ്പിക്കുക, ആ നാടകത്തിൽ അഭിനയിക്കുക, അല്ലെ അഭിനയ പ്രതിഭകളെ കണ്ടെത്തി ഇതിൻ്റെ അകത്ത് അരങ്ങത്തെത്തിക്കുക, ഇതൊക്കെയാണ് ജോലി. പിന്നെ പാട്ട്, ആട്ടം, മറ്റു കാര്യങ്ങൾ, ഡാൻസ്, എല്ലാം അതിലൊക്കെ ആളുകളെ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളൊരു സർവ്വവ്യാപിയായിട്ട് അവിടെ ഇങ്ങനെ വിരാജിക്കുന്ന കാലമാണ് ഈ സെക്കൻഡ് ഇയർ, BSc സെക്കൻഡ് ഇയർ. അവിടെ എക്സാമിനേഷന് ഞാൻ ഇംഗ്ലീഷിന് തോറ്റു. അപ്പോൾ ഇത് ഈ കോളേജിൽ ജോലിയുള്ള എൻ്റെ ചിറ്റയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ചിറ്റയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അദ്ദേഹം അത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ എവിടെ ചെന്നാലും ഇതിങ്ങനെയാണല്ലോ എന്നൊരു, പിന്നീട് ഞാനവിടെ ഇല്ലത്ത് ചെല്ലുമ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, ഈ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചുവപ്പിച്ച് ആവശ്യമില്ലാത്ത ആഭരണങ്ങളൊക്കെ കഴുത്തിലും കാതിലും അണിഞ്ഞ്, അതുപോലെ നെറ്റിയിൽ വളരെ കടും നിറത്തിലുള്ള പൊട്ടുകൾ അണിഞ്ഞ്, ഇത് തലമുടിയിൽ എല്ലാം വല്ലാണ്ട് ചില തിളങ്ങുന്ന ചില മാലകളും കാര്യങ്ങളും ഇട്ട് ഒരു തരം പ്രത്യേക നിൽക്കുന്ന ആളുകളാണ് അവിടെ മുഴുവൻ.